റളിയല്ലാഹു അൻഹു ഖറഅൽ ഖുർആന 300 മറ 300 തവണ ഖുർആൻ ഓതി ഇമാം ശാഫിഈ. ഇത് ഇന്റെ വകയല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്ത് തെളിവ് പറഞ്ഞു ഇമാം ശാഫിഈ. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അത്തിഉല്ലാഹ് എന്ന് പറഞ്ഞാൽ ഖുർആൻ അംഗീകരിക്കണമെന്നാണ്, അത്തിഉർ റസൂൽ എന്നാൽ ഹദീസ് അംഗീകരിക്കണമെന്നാണ്, ഉലുൽ അംറി എന്നാൽ ഇജ്മാ അംഗീകരിക്കണമെന്നാണ് എന്ന് 300 തവണ ഖുർആനോദി. ഈ വിഷയത്തിന് മാത്രം 300 തവണ ഖുർആനോദി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഈ ആയത്തിൽ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ടവരെ വാക്ക് തന്നെ, മാ ശബിഅതു മുൻദ 16 സന, 16 വയസ്സ് മുതൽ വയറ് നിറച്ചിട്ടില്ല ഇമാം ശാഫിഈ. ഉറക്കെ പറയും ഇമാം ശാഫിഈ. ലിഅന്നഹു യുസ്ഖിലുൽ ബദന, അത് തടിക്ക് കനം കൂട്ടും എന്നതുകൊണ്ട് ഞാൻ 16ാമത്തെ വയസ്സ് മുതൽ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ടില്ല. വയുക്സിൽ ഖൽബ, അത് ഹൃദയത്തിനെ കടുപ്പിക്കും എന്നുകൊണ്ട് 16ാമത്തെ വയസ്സ് മുതൽ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ടില്ല. വയുസീലുൽ ഫിത്നത, എന്റെ ബുദ്ധി കൂർമത നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് 16ാമത്തെ വയസ്സ് മുതൽ ഞാൻ വയറ് നിറച്ചിട്ടില്ല. വയുജ്ലിബുൻ നൗമാ, എനിക്ക് ഉറക്കം കൂടുമെന്ന് കരുതിയിട്ട് 16ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ഇമാമുന ശാഫിഈ. നിങ്ങൾ ആലോചിക്ക്. പിന്നെ ബഹുമാനപ്പെട്ട വമാ ഹലഫ്തു ബില്ലാഹി ഫീ ഉംരി സാദിഖൻ വലാ കാദിബാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലാഹനെ പിടിച്ച് സത്യം ചെയ്തിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അല്ലാഹനെ പിടിച്ച് സത്യം ചെയ്തിട്ടില്ല എന്ന് ഇമാമുന ശാഫിഈ. ഉറക്കാണ് പറയും ഇമാമുന ശാഫിഈ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അല്ലാഹനെ പിടിച്ചൊരു വാക്ക് സത്യം ചെയ്തിട്ടില്ല ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു ഹദീസ് പറയുന്നുണ്ട്, ഹബീബായ റസൂലുള്ളാഹി യബ്അതു ലി ഹാദിഹിൽ ഉമ്മ അലാ റഅസി കുല്ലി മിഅ, 100 ആണ്ടുകൾ കൂടുമ്പോൾ അല്ലാഹു തആല നവോത്ഥാന നായകന്മാരെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കും. 1-ാം നൂറ്റാണ്ടിൽ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 2-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. ഇത് തബഖാത്തു ശാഫിഈയിൽ മഹാനായ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10 ലക്ഷം ഹദീസ് മനപ്പാഠമുണ്ടായിരുന്നു മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. ഷാഫി ഇമാമിന്റെ മദ്ഹബിനെ ആക്ഷേപിക്കുന്നവർ ചിന്തിക്കണം, 10 ലക്ഷം ഹദീസ് മനപ്പാഠമുണ്ടായിരുന്നു മഹാനായ ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മനപ്പാഠമുള്ള ആളായിരുന്നു. 7 ലക്ഷം ഹദീസുകളിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്തിട്ടാണ് മുസ്നദ് ഉണ്ടാക്കിയത് എന്ന് അതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആണ് മുസ്നദ് ഉണ്ടാക്കിയത്. ആ മുസ്നദിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, 7 ലക്ഷം ഹദീസ് ഞാൻ തെരഞ്ഞെടുത്തതാണ് മുസ്നദിന്റെ ഹദീസുകൾ എന്ന് മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ആലോചിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരുമാറാകട്ടെ, അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിലേക്ക് ചേർക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചില ആളുകളൊക്കെ പറയാറുണ്ട്, ബുഖാരി മുസ്ലിം ഒക്കെ ഉണ്ടാവുന്നതിന്റെ മുമ്പാണ് ഈ ഇമാമിയങ്ങളൊക്കെ വന്നു പോയത്, അതുകൊണ്ട് ബുഖാരി മുസ്ലിമിന്റെയും ഹദീസൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. വല്ലാത്തൊരു ബുദ്ധിയാണെന്ന് എൻ്റെ ബുദ്ധി. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഖുർആൻ ക്രോഡീകരിച്ചത്, അതുകൊണ്ട് അതിന് മുമ്പ് മരിച്ചുപോയവർക്കൊന്നും ഖുർആൻ കിട്ടിയിട്ടില്ല എന്ന് പറയും പോലെ വിഡ്ഢിത്തരാണിത്. വളരെ ചിന്തിക്കണം. ഇബ്നു തൈമിയ അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്, പിൻഗാമികളായ ആളുകളെക്കാൾ എത്രയോ വലിയ ഹദീസിലൊക്കെ വലിയ നൈപുണ്യമായിരുന്നു. ബലില്ലദീന ഖാലു ഖബല ജംഇ ഹാദിഹി ദവാബീൻ അഅലമ ബിൽ സുന്നത്തി മിനൽ മുതഅഖിരീൻ, പിൽക്കാലഘട്ടക്കാരൊക്കെ വളരെ കൂടുതൽ ഹദീസിൽ നൈപുണ്യമുള്ളവരായിരുന്നു മുൻഗാമികൾ എന്ന് ഇബ്നു തൈമിയ അടക്കം തൻ്റെ റഫ്ഉൽ മലാമി അനിൽ അഇമ്മത്തിൽ അഅലാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ ഇവിടെ ചിന്തിക്കണം, വളരെ പ്രധാനമായ ഒരു കാര്യം. ഇനി പറയേണ്ട വിഷയം ഞാൻ നീട്ടുന്നില്ല, ചിന്തിക്കണം. ഇനി പറയേണ്ട വിഷയം, ഈ ഇമാമിങ്ങളൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ എന്നാണ്. ഗൗരവമായി ചിന്തിക്കേണ്ടത് അഭിപ്രായ വ്യത്യാസം സ്വഹാബികളിലുണ്ട്. സ്വഹാബികൾ റളിയല്ലാഹു അൻഹും
സ്വഹാബികൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എത്രയോ സ്വഹാബികൾക്ക് ഏകദേശം വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. നായ തൊട്ടാൽ എത്ര വട്ടം കഴുകണമെന്ന കാര്യത്തിൽ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് മാത്രമല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്, സ്വഹാബികൾക്ക് വരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദീനിയായ കാര്യത്തിൽ. നായ തൊട്ടാൽ എത്ര വട്ടം കഴുകണം അഭിപ്രായ വ്യത്യാസമുണ്ട്. 7 വട്ടം കഴുകണമെന്ന് വലിയ വിഭാഗം സ്വഹാബികൾ പറയുന്നു. 8 വട്ടം കഴുകണമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു പറയുന്നു. സഹാബി 8 വട്ടം കഴുകണം എന്നാ. അതായത് 7 വട്ടം പിന്നെ വെള്ളത്തിന് പുറമെ 1 വട്ടം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് എന്നാണ് അബ്ദുല്ലാഹി മുഗഫൽ റളിയല്ലാഹുവിൻ്റെ റിവായത്ത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മദ്ഹബ്, അങ്ങനെയാ സ്വഹാബിയ. എന്നാലോ ഭൂരിപക്ഷം പണ്ഡിത സ്വഹാബികളുടെ അഭിപ്രായം 1 വട്ടം മണ്ണ് കൊണ്ടും ബാക്കി 6 വട്ടം തനി വെള്ളം കൊണ്ടും എന്നാണ് അഭിപ്രായമുണ്ട്, തർക്കമുണ്ട്. എന്നാൽ വേറൊരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് 7ഉം വേണ്ട 8ഉം വേണ്ട 3 വട്ടം കഴിക്കാൻ മതി. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ അഭിപ്രായം 7 വട്ടം കഴിക്കണ്ട 8 വട്ടം കഴിക്കണ്ട 3 ഉറങ്ങല്ലേ. ഇനി നാളെ മുതൽ അങ്ങനെ ആവാൻ നടക്കണ്ട കേട്ടോ. അത് പറയുമ്പോൾ പേടിയാണ്. കാരണം എന്തുകൊണ്ട് അതോടനുബന്ധിക്കുന്ന വേറെ ഷർത്തുകൾ ഉണ്ടാവും അവർക്ക്. ആ ഷർത്ത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ അംഗീകരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടി പറയാം. അതിന് തന്നെ നിബന്ധനകൾ ഉണ്ടാവും. ഈ 3 വട്ടം മതിയാക്കാൻ ഒരു നിബന്ധന ഉണ്ടാവും. ആ നിബന്ധന രേഖപ്പെടുത്തപ്പെട്ട് കാണുന്നില്ല. അവർക്ക് ഇങ്ങനെ രേഖപ്പെടുത്തുന്ന പതിവൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 3 വട്ടം എന്നാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദ്ഹബ്. പൂച്ച തൊട്ടാൽ കഴുകണോ കഴുകണ്ടേ സ്വഹാബികൾക്ക് തർക്കമുണ്ട്. പൂച്ച തൊട്ടാൽ കഴുകണം എന്നൊരു വിഭാഗം സ്വഹാബികൾ പറയുന്നു. ഒരു വിഭാഗം പറയുന്നു പൂച്ച തൊട്ടാൽ നജസാവും കഴുകണം, ഒരു വിഭാഗം കഴുകണമെന്ന് പറഞ്ഞ സ്വഹാബികൾ തമ്മിൽ തർക്കം. എത്ര വട്ടം കഴുകേണ്ടത്? ഒരു വിഭാഗം പറഞ്ഞു 1 വട്ടം, ഒറ്റവട്ടം കഴുകിയാൽ ശുദ്ധിയാവും. ഒരു വിഭാഗം പറഞ്ഞു കൽബി, നായനെ പോലെ തന്നെയാണ്. അപ്പോൾ അവിടെ വീണ്ടും അഭിപ്രായക്കേട് വന്നു. നായനെ തൊട്ടാൽ പിന്നെ അഭിപ്രായ വ്യത്യാസമൊക്കെ പിന്നെയും വരും. നായനെ തൊട്ടാൽ 3 or 2 അതൊക്കെ കൊണ്ട് മടങ്ങി വരും. അങ്ങനെയൊക്കെയാണ്. എങ്ങനെയായത് എന്ന് പറയരുത്. അങ്ങനെയാണ്. ഖുർആൻ ഹദീസ് കൊണ്ട് മുജ്തഹിദായ സ്വഹാബികൾ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. അത് ഇമാം ഷാഫി ഹനഫി മാത്രമല്ല, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ബഹുമാനപ്പെട്ട ദീനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉള്ളതാകുന്നു. അതൊരിക്കലും അസ്ലിയായ അഭിപ്രായ വ്യത്യാസങ്ങളല്ല, ശാഖാപരമായ കാര്യത്തിലാണ്. മൂത്രിക്കാനോ കാട്ടിക്കാനോ ഇരിക്കുമ്പോൾ ആ ഖിബ്ലക്ക് മുന്നിടലും പിന്നിടുന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു ഭാഗം സ്വഹാബികൾ അഭിപ്രായം മുന്നിടാനും പാടില്ല പിന്നിടാനും പാടില്ല. ഒരു ഭാഗം സ്വഹാബികൾ അഭിപ്രായ പ്രകാരം മുന്നിടാൻ പാടില്ല പിന്നിടാം. ഒരു ഭാഗം സ്വഹാബികൾ അഭിപ്രായം മറണ്ടെങ്കിൽ മുന്നിടുകയും ചെയ്യാം പിന്നിടുകയും ചെയ്യാം. ഇങ്ങനെയാണ്. തർക്കങ്ങളുണ്ട്. ഇന്ദ്രിയത്തുള്ളി ത്വാഹിറോ നജസോ തർക്കമുണ്ട്. ജാബിർ റളിയല്ലാഹുവിന്റെ മദ്ഹബ് ഹറാമാൻ, നജസാൻ. എന്നാൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ത്വാഹിറാൻ, തർക്കമുണ്ട്. അപ്പൊ ഈ തർക്കം ഇന്നത്തെ ബഹുമാനപ്പെട്ട ഫിഖ്ഹിന്റെ മദ്ഹബിന്റെ ഇമാമിങ്ങൾ മാത്രമല്ല, മുൻഗാമികളായ സ്വഹാബത്തിന് തന്നെയും ഈ വിഷയത്തിൽ തർക്കമുണ്ട് എന്ന് മനസ്സിലാക്കാം. വളരെ ചിന്തിക്കണം. പല വിഷയവും ഞാൻ എണ്ണി പറയുന്നില്ല. കുതിരയിറച്ചി തിന്നാൻ പറ്റുമോ പറ്റില്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു കറാത്താണ്. വേറെ വിഭാഗം സ്വഹാബികൾ പറയുന്നു തിന്നാവുന്നതാണ്. ഖാലിദ് ബിൻ വലീദ് പറയുന്നു ഹറാമാണ്. മനസ്സിലാവണില്ല, തർക്കമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീക്ഷണം കുതിരയിറച്ചി തിന്നാം. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ പറഞ്ഞത്? കുതിരയിറച്ചി തിന്നാം, ഒറിജിനൽ കുതിര ആവണം എന്ന് മാത്രം. ഈ കൊണ്ടോട്ടി കൂടെ ഒക്കെ തേണ്ടി നടക്കുന്ന കുതിരയൊക്കെ കോവർ കൈഡിയാണ്, അത് ഒറിജിനൽ അല്ല. ഒറിജിനൽ കുതിരയാണെങ്കിൽ കുതിരയിറച്ചി തിന്നാം. പക്ഷേ കറാത്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. കുതിരയിറച്ചി കറാത്താണ്, ഹറാമല്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം ഹറാമാകുന്നു. ചിന്തിക്കണം. തർക്കണ്ട വിഷയത്തിൽ. ഒരു ഭാഗം സ്വഹാബികളെ വീക്ഷണം പറ്റും, കുഴപ്പമൊന്നുമില്ല. നിന്ന് മൂത്രിക്കാമോ പാടില്ലേ, തർക്കണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു ബുദ്ധിമുട്ടിയാലൊക്കെ, നിങ്ങൾ പറയും മനുഷ്യന്മാർ, ബുദ്ധിമുട്ടിയാൽ നിന്ന് മൂത്രിക്കാവുന്നതാണ്. പള്ളീൻ്റെ മൂത്രപ്പേരെ ചട്ടി വെക്കാൻ ഇത് മദ്ഹബ് തെളിവാവുകയില്ല. അത് വേറെ വിഷയം. പള്ളിയുടെ മൂത്രപ്പേരെ ചട്ടി വെക്കാൻ ഇത് തെളിവാവില്ല. പള്ളിയിൽ മൂത്രപ്പേരെ ചട്ടി വെക്കുകയും ചെയ്യരുത്. അതിന് പ്രത്യേകമായ റൂം അടച്ചുണ്ടാക്കാൻ വേണ്ടത്. ആരെങ്കിലും ഫാൻ്റ് അയച്ച് അയക്കാതെ നിന്ന്